നിലമ്പൂർ തെളിയിക്കുന്നുണ്ട്. എന്ത് അല്ല, അൻവറിന് കൂടുതൽ വോട്ട് കിട്ടി. അത് ഞങ്ങൾ ഇനിയിപ്പോൾ UDF പാർട്ടി 20 അല്ലേ സലാമയുടെ 27 പാർട്ടി ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ. തങ്ങളുടെ ഒരു സൗകര്യം ഇനി 27 ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് 27 പാർട്ടി കമ്മിറ്റി കൂടുന്നുണ്ട്. അതിനുശേഷം UDF ചർച്ച ചെയ്യട്ടെ. ജനാധിപത്യപരമായ ആ സമീപനം എടുക്കാൻ നമുക്ക് അതല്ലേ നല്ലത്. ലീഗ് കയറി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ഉടനെ ഒരു അഭിപ്രായം പറഞ്ഞ് എല്ലാവരെയും അലോസരപ്പെടുത്തേണ്ട കാര്യം എന്താ? കാരണം ഇതൊക്കെ അനലൈസ് ചെയ്യേണ്ട വിഷയങ്ങളാണ്. ആദ്യം ലീഗ് ചർച്ച ചെയ്യും, UDF ചർച്ച ചെയ്യും. UDF ചർച്ച ചെയ്തതിന് ശേഷം കോൺഗ്രസ്സിന് അതിൻ്റേതായ സമിതികളുണ്ട്, അവർ ചർച്ച ചെയ്യും. കോൺഗ്രസ്സിന് ഹൈക്കമാൻഡ് ഉണ്ട്, ബാക്കിയുള്ളവരുണ്ട്. ഇതൊക്കെ ഓരോ പ്രോസസ്സും അതേപോലെ തന്നെ ഓരോ സംവിധാനമല്ലേ. ഞങ്ങൾ ആ സംവിധാനത്തിനൊക്കെ മാനിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കൊരു അഭിപ്രായവും ഈ കാര്യത്തിൽ പറയുന്നില്ല. അതിനുള്ള ഉത്തരമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതെ, അല്ല പറഞ്ഞു അല്ല അതിപ്പോൾ പിന്നെ ഏത് നെഗറ്റീവ് സാഹചര്യത്തിലും 10,000-ൻ്റെ മുകൾക്ക് UDFന് പിടിക്കാൻ കഴിഞ്ഞത് അത് ഹൈലൈറ്റ് ചെയ്യുങ്ങൾ അതല്ലേ. അങ്ങനെയും പറയാലോ. എന്ത് നെഗറ്റീവ് ഉണ്ടായാലും UDF കേരളത്തിൽ ജയിക്കുള്ളൂ എന്നുള്ളതിനുള്ള ഏറ്റവും നല്ല തെളിവാണ്. അതാണ് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഒരുപാട് കുറഞ്ഞു. നിങ്ങൾ നോക്കൂ, ടോട്ടൽ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം അവർ കിട്ടിയ ടോട്ടൽ വോട്ട് തവണ ഇല്ല. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രതിഭാസം. അപ്പോൾ പിന്നെ അൻവറുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ഭൂരിപക്ഷം കിട്ടുമായിരുന്നു എന്നുള്ളത് കണക്കൂട്ടുമ്പോൾ പിന്നെ നമ്മൾ പറയുന്നുണ്ട്. അത് നിങ്ങൾ പറഞ്ഞു. പക്ഷേ എന്ത് സാഹചര്യത്തിലും UDF ജയിക്കും എന്നുള്ളതും കൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദേശം. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇനി നല്ലോണം ഒന്ന് അനലൈസ് ചെയ്യണം. അപ്പം ഞങ്ങളുടെ ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ ലീഗിൻ്റെ പെർഫോമൻസ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നല്ല പാർട്ടി ഒറ്റക്കെട്ടാണ്. പാർട്ടി ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ വോട്ടാണ് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വോട്ടിൻ്റെ എണ്ണം തെളിയിക്കുന്നു. ടോട്ടൽ വോട്ട് അവർക്ക് കിട്ടുന്നില്ല. അവരുടെ പോക്കറ്റായ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല ലീഡുണ്ടാക്കിയ പോത്തുകല്ലിൽ ഭൂരിപക്ഷം വളരെ കുറവ്. ഇവരൊക്കെ ചാർജ് ഉണ്ടായിരുന്നതാണ്. ഇവരൊക്കെ ഓരോ അല്ലേ, അമരമ്പലം, അതുപോലെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി, അവിടെയൊക്കെ വോട്ട് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് അതെ, അല്ല അത് ഞാൻ പറഞ്ഞല്ലോ. ഇനി കോൺഗ്രസിൻ്റെ അഭിപ്രായം വരും, ലീഗിൻ്റെ അഭിപ്രായം വരും. ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ചതിന് ശേഷം അതിലൊരു അഭിപ്രായം പറയാം.